PS-ന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം KPSC ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു. KPSC ജംഗ്ഷനും കടന്ന് ഇനിയും ഏറെ പോകാനുണ്ട്. ആലപ്പുഴ പുന്നപ്രയിലെ വീട്ടിൽ നിന്നും അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, ഇനി എത്ര സമയം കാത്തിരിക്കേണ്ടി വരും? ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം തുടർന്ന് 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ വലിയ ചുടുകാട്ടിൽ തീരുമാനിച്ചിരിക്കുന്നത്. സമയക്രമം പാലിക്കാൻ കഴിയാത്ത വിധത്തിൽ ജനങ്ങൾ വഴിനീളെ വന്നെത്തിക്കൊണ്ടേയിരിക്കുന്നു. തീർച്ചയായിട്ടും മോത്തി, അതിവൈകാരികമാണ് ആലപ്പുഴയിലെ സാഹചര്യം. നമ്മൾ പ്രതീക്ഷിക്കുന്നതുമാണ്. VS അച്യുതാനന്ദന്റെ തട്ടകമായിരുന്നു ആലപ്പുഴ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഏടായ പുന്നപ്ര വയലാർ സംഭവിച്ച മണ്ണാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുന്നപ്രയിലാണ്. ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള വെന്തലത്തറയിലാണ് VS അച്യുതാനന്ദൻ ജനിച്ചത്. നമുക്കറിയാം, SRCPയുടെ പട്ടാളത്തെ വാരിക്കുന്തവുമായി എതിരിട്ട കമ്മ്യൂണിസ്റ്റുകാരുടെ നാടാണ്. ആ നാട്ടിലേക്കാണ് VS വരുന്നത്. ഇപ്പോ KPSC ജംഗ്ഷനിൽ നിന്ന് VS-നെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം മുന്നോട്ട് കുതിക്കുമ്പോൾ കടന്നു വരുന്ന ഓരോ പോയിന്റും VS-ന് വൈകാരികമായി ബന്ധമുള്ള ഇടങ്ങളാണ്. നോക്കൂ, അമ്പലപ്പുഴയിലാണ് VS ആദ്യമായി മത്സരിച്ച് ജയിച്ചത്. ആദ്യമായി VS-നെ നിയമസഭയിലേക്ക് അയച്ച അമ്പലപ്പുഴയിലൂടെ VS-ന്റെ ഭൗതിക ശരീരം കടന്നു വരികയാണ്. 2006-ൽ VS-ന് വേണ്ടി തോട്ടപ്പള്ളി പാലത്തിന് മുകളിലൂടെ നടന്ന വലിയൊരു പ്രകടനം ഞാൻ ഓർക്കുകയാണ്. ആ പാലം കടന്ന് VS-ന്റെ ഭൗതിക ശരീരം ഇങ്ങോട്ട് എത്തണം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ, ആലപ്പുഴയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച നേതാവാണ് കടന്നു പോകുന്നത്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. 36-ാമത്തെ വയസ്സിൽ VS അച്യുതാനന്ദൻ എന്നോർക്കണം. ആ VS അച്യുതാനന്ദനാണ് ഒരു സമര നൂറ്റാണ്ട് പിന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവസാന യാത്ര ആ വഴിയിലൂടെ നടത്തുന്നത്. ആ വഴി എന്ന് പറയുന്നത് VS അച്യുതാനന്ദനെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് നടന്നു തീർത്ത വഴികളുടെ ദൂരം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അദ്ദേഹം 1964-ൽ CPIM രൂപം കൊള്ളുമ്പോൾ ആലപ്പുഴയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് VS അച്യുതാനന്ദൻ. CPIM-ന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടന്നപ്പോൾ ആ സമ്മേളനത്തിന് ചുക്കാൻ പിടിച്ച നേതാവാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹം അമ്പലപ്പുഴയിൽ നിന്ന് 67-ൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. തുടർന്ന് അങ്ങോട്ടുള്ള കാലഘട്ടമെല്ലാം ആലപ്പുഴ എന്ന് പറയുന്നത് VS-നെ അത്രമേൽ വൈകാരികമായി സ്നേഹിച്ചിട്ടുണ്ട്. 1940-ൽ ഈ പുന്നപ്രയിൽ വെച്ചാണ് സൈമൺ ആശാൻ P. കൃഷ്ണപിള്ളയുടെ നിർദ്ദേശം അനുസരിച്ച് VS അച്യുതാനന്ദന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. VS അച്യുതാനന്ദൻ കർഷക തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുത്തത് കുട്ടനാട്ടിലാണ്. അപ്പോ ഈ ആലപ്പുഴയിലൂടെ VS-ന്റെ അവസാന യാത്ര വരുമ്പോൾ ഈ ജനക്കൂട്ടം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത്രമേൽ സ്നേഹത്തോടുകൂടി ആലപ്പുഴ VS-നെ, തങ്ങളുടെ പ്രിയപുത്രനെ, ആലപ്പുഴ ലോകത്തിന് നൽകിയ ഏറ്റവും മഹാനായ പുത്രനെ സ്വീകരിക്കുന്നതാണ് നമ്മൾ ഈ പാതയോരങ്ങളിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് സമയക്രമീകരണങ്ങൾ, സമയത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളൊക്കെ അപ്രസക്തമാണ്. പുന്നപ്രയിലെ ഈ വീട്ടിലേക്ക് VS അച്യുതാനന്ദൻ എത്താൻ ഇനിയും മണിക്കൂറുകൾ കഴിയും. പുലർച്ചെ 2 മണി മുതൽ ഇവിടെ വരിയായി നിൽക്കുന്ന, VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിൽക്കുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യർ എത്ര മണിക്കൂറുകൾ ഇനിയും കാത്തു നിന്നാലും ഞങ്ങൾ VS-ന് അവസാനമായി ഒരു രക്തപുഷ്പം അർപ്പിച്ചതിന് ശേഷമേ മടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച് കാത്തിരിക്കുന്നവരുമാണ്. ഇനി വിലാപയാത്ര വരാനുള്ള വഴികളെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും VS അച്യുതാനന്ദന്റെയും ചരിത്രത്തിലെ നിർണായകമായ ഏടുകൾ അടങ്ങുന്ന സ്ഥലമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രോജ്വലമായ ഏടാണ് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമര സേനാനികളെ വെടിവെച്ച് കൊന്ന് കൂട്ടിയിട്ട് കത്തിച്ച ഇടമാണ് വലിയ ചുടുകാട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക സെക്രട്ടറി P. കൃഷ്ണപിള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് വലിയ ചുടുകാട്. ആ വലിയ ചുടുകാട്ടിലാണ് VS അച്യുതാനന്ദനും അന്ത്യവിശ്രമം കൊള്ളുക. അവിടേക്ക് VS-നെ എത്തിക്കാൻ ഈ ഒരു വലിയ ജനസാഗരം കടന്നു വേണം. അതിന് ഒരുപാട് മണിക്കൂറുകൾ, ഇന്ന് രാത്രി ഏറെ വൈകാനാണ് സാധ്യത. ഇവിടുത്തെ ഈ ആൾക്കൂട്ടം കണ്ടാൽ ഉറപ്പായും രാത്രി ഒരുപാട് വൈകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കമോ സംശയമോ അക്കാര്യത്തിൽ ഉണ്ടാകുകയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറി P. കൃഷ്ണപിള്ള മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ VS അച്യുതാനന്ദനോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച, VS-ന്റെ രാഷ്ട്രീയ ഗുരുവായി VS കാണുന്ന R. സുഗതൻ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആലപ്പുഴയിലെ സമുന്നതനായ നേതാവായിരുന്ന TV തോമസ്, KR ഗൗരിയമ്മ, ജോർജ് ചടയമുറി, PT പുന്നൂസ് അടക്കം നിരവധി പ്രമുഖ കമ്മ്യൂണിസ്റ്റുകൾ ഉറങ്ങുന്ന വലിയ ചുടുകാടിന്റെ മണ്ണിലേക്ക് VS അവസാന വിശ്രമത്തിനായി എത്തുമ്പോൾ ഈ ആലപ്പുഴയാകെ ആവേശം, സങ്കടം, വൈകാരികത അലയടിക്കുന്ന കാഴ്ചയാണ് ഈ പുന്നപ്രയിലെ. ഞാനിപ്പോൾ നിൽക്കുന്ന VS-ന്റെ വേലിക്കകത്ത് വീട്ടിൽ നിന്നൊരു വലിയ ക്യൂ, റോഡോളം നീളുന്ന ആ ക്യൂ ഒരല്പസമയം കൂടി കഴിഞ്ഞാൽ, അതിശയോക്തി പറയുകയല്ല, ദേശീയപാത വരെ നീളും. ഇനിയും 6-7 മണിക്കൂർ കാത്തിരിക്കണം എന്ന ബോധ്യത്തിൽ തന്നെ ഒരുപാട് മനുഷ്യർ ഇവിടെ VS-നെ കാത്തിരിക്കുകയാണ്. VS-ന്റെ വിലാപയാത്ര ഇപ്പോൾ ദേശീയപാതയിലൂടെ ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ദേശീയപാതയിലൂടെ, ആലപ്പുഴയിലെ സമരവഴികളിലൂടെ, VS നടന്നു തീർത്ത സമരവഴികളിലൂടെ ഇപ്പോൾ ഇങ്ങോട്ട് പുന്നപ്രയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് മോത്തി.